മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ ഇന്ന് രാവിലെയാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. മുംബൈ ബാരാമതി യാത്രക്കിടെയായിരുന്നു അപകടം. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന PAയും സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 വിമാന ജീവനക്കാരും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപകടമുണ്ടായത് എങ്ങനെയാണ്? എല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. അജിത് പവാർ സഞ്ചരിച്ചത് ലെയർ ജെറ്റ് 45 VTSSK എന്ന വിമാനത്തിലാണ്. ഏകദേശം VSSR ഏവിയേഷന്റേതാണ് ഈ വിമാനം എന്ന് പറയുന്നത്. ഈ അപകടത്തിന് ശേഷം ഈ സംഘടന അല്ലെങ്കിൽ ഈ ഉടമസ്ഥർ ചില വാദങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതിലെ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാരും അത് പരിചയസമ്പന്നരാണ്. ഒപ്പം ഈ അപകട സമയത്ത് കാഴ്ചക്കുറവ്, അതായത് ദൂരപരിധി വീക്ഷിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ഈ അപകടത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്നാണ് ഈ അവഞ്ചേഴ്സ് പറയുന്നത്. അതിനോട് തന്നെ അജിത് പവാറിന്റെ യാത്ര എന്ന് പറയുന്നത് മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്കായിരുന്നു. ഏകദേശം 8 മണിയോടുകൂടി തന്നെ യാത്രയ്ക്കുള്ള എല്ലാ നീക്കങ്ങളും പൂർത്തിയായിരുന്നു. 8:10 വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്ക് പോകാനുള്ള കാരണം ബരാമതിയിൽ അജിത് പവാർ ഒരു കർഷകരുമായ ഒരു മീറ്റിംഗ് തീരുമാനിച്ചിരുന്നു. അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മുംബൈയിലുള്ള അദ്ദേഹം ബരാമതിയിലേക്ക് പോകുന്നത്. ബരാമതിയിൽ നിന്ന് ഏകദേശം 8:38 ലാൻഡിങ്ങിനുള്ള ആദ്യത്തെ ശ്രമം നടക്കുന്നത്. ഏതാണ്ട് 2 തവണ ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ആദ്യ ശ്രമം നടക്കുന്നത് 8:38 അതിനുശേഷം ഗോ അറൌണ്ട് നടത്തിയെന്നാണ് പറയുന്നത്. അതായത് വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിന് സാധിച്ചിട്ടില്ല. അതിനുശേഷം ഈ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച ആ സ്ഥലത്തിന് വട്ടമിട്ട് ഒന്ന് കറങ്ങി. അതാണ് ഈ ഗോ അറൌണ്ട് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ എന്നിട്ടാണ് രണ്ടാമതാണ് വീണ്ടും ലാൻഡിങ്ങിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. അതിനിടെ 8:41 ഈ വിമാനം അപ്രത്യക്ഷമായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ഈ വിമാനം അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഏകദേശം 800 അടി മുകളിലാണ് തറയിൽ നിന്ന് ഏകദേശം ഈ വിമാനം ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ റൺവേയുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം 11 കിലോമീറ്ററോളമാണ് എന്നും പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലാൻഡിംഗ് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തെ തവണ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വിമാനം വലത്തോട്ടേക്ക് തെന്നി മാറി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മറ്റൊന്ന്, 40 സെക്കൻഡ് നേരം ഈ വിമാനം അപകടത്തിൽപ്പെട്ട സമയത്ത് അലാറം മുഴങ്ങി എന്നും പറയുന്നു. ഏതാണ്ട് 8:45 രാവിലെ 8:45 വിമാനം പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തു. അതാ നേരത്തെ നമ്മൾ പുറത്ത് വന്ന CCTV ദൃശ്യങ്ങളും ആ സമയം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. 8:45 ഈ വിമാനം തകർന്നു വീഴുകയും ചെയ്തു. തകർന്നു വീണതിന് ശേഷം ഈ വിമാനം 2 പിളരുന്നു, പൂർണ്ണമായും കത്തിയമരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോയി. എന്താണ് ഈ അപകടത്തിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബരാമതിയിൽ മോശം കാലാവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. ചെറിയ മൂടൽ മഞ്ഞ സമയത്ത് രൂപപ്പെട്ടിരുന്നു. ഒപ്പം കാഴ്ച ദൂരം കുറവ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൂരപരിധി കൃത്യമായി കാണാൻ ഈ പൈലറ്റുമാർക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് 3.2 കിലോമീറ്റർ കാഴ്ചാപരിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഈ ലാൻഡിംഗ് സമയത്ത് 5 കിലോമീറ്റർ ദൂരപരിധി കാണണം. അങ്ങനെയാണ് ചട്ടം, അങ്ങനെയാണ്. പക്ഷേ ആ സമയത്ത് 3.2 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ATCയുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ, അതായത് എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ വരെയും താഴെ ഇറങ്ങാമെന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഈ VIP-കളൊക്കെ വിമാനത്തിലുണ്ടെങ്കിൽ അതിന് അനുമതി നൽകാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ അനുമതി നൽകി വരുന്നത്. അത്തരത്തിലുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പ്രധാനമായും മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ AAIB, അതായത് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നാണ് പറയുന്നത്, അവരും അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് DGCയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം പ്രധാനമായും പരിശോധിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കും. സാധാരണഗതിയിൽ പരിശോധിക്കുന്നതാണ്. ഏത് അപകടമുണ്ടായാലും ബ്ലാക്ക് ബോക്സ് അത് പരിശോധിക്കുന്നതാണ്. ഒപ്പം തന്നെ കോക്പിറ്റിൽ വോയിസ് റെക്കോർഡ്, അതായത് ഈ അവസാനമായി ഈ പൈലറ്റുമാർ എന്താണ് പരസ്പരം സംസാരിച്ചത്, ആ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പം ATCയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? നേരത്തെ നമ്മൾ ഈ ദൂരപരിധിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇത്തരത്തിൽ 1 കിലോമീറ്റർ താഴെ ഉള്ള സമയത്ത് മാത്രമേ ഈ അനുമതി, അത്തരത്തിൽ പ്രത്യേക സാഹചര്യത്തിലൊക്കെ ലാൻഡിങ്ങിന് അനുമതി നൽകാറുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും അനുമതി എയർ ട്രാഫിക് കൺട്രോൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇനി അജിത് പവാർ ആരാണ് എന്നറിയേണ്ടതുണ്ട്. അതായത് അജിത് പവാർ എന്ന് പറയുന്നത് നിലവിൽ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 2024 ഡിസംബർ മുതലാണ് വീണ്ടും ഉപമുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ തുടങ്ങിയത്. 2024 ഡിസംബർ 5 മുതലാണ്. ഒരു തവണ അദ്ദേഹം ലോക്സഭാ അംഗമായിട്ടുണ്ട്. അതായത് 1991 ബാരാമതിയിൽ നിന്ന് ആദ്യമായി അദ്ദേഹം മത്സരിക്കുന്നത്.
അവിടെ തന്നെ പിന്നീട് ശരത് പവാറിന് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭാ അംഗത്വം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 8 തവണ അദ്ദേഹം നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം മത്സരിച്ച 1991 ബാരാമതിയിൽ നിന്ന് തന്നെയാണ്. അതായത് ലോക്സഭാ അംഗത്വം രാജിവെച്ചതിന് ശേഷം അവിടെ തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് വേണ്ടി മത്സരിക്കുന്നു. ശരത് പവാറിന് വേണ്ടിയായിരുന്നു അന്ന് അദ്ദേഹം ബാരാമതിയിൽ നിന്ന് രാജിവെച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം 5 തവണ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ തവണ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് അജിത് പവാർ. യെസ്, 5 തവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അതിൽ തന്നെ കൃഷി, ജലവിഭവം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണെന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പം 2022-23 കാലഘട്ടത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അജിത് പവാർ. അതായത് ഈ സമയത്ത് ഇതിന് ശേഷമാണ് ഒരു വലിയ ട്വിസ്റ്റ് ഒക്കെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. അതായത് NCPയിലെ പിളർപ്പ് തന്നെയാണ് അതിലേക്ക് എന്തായിരുന്നു കാരണം, എന്താണ് അതിലേക്ക് വഴിവെച്ചത് എന്ന് നോക്കാം. 2023 മെയ്യിൽ NCP അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നുവെന്ന് ഒരു സുപ്രഭാതത്തിൽ ശരത് പവാർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അജിത് പവാറിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് രണ്ടാം പവാർ എന്നൊക്കെയായിരുന്നു. അതായത് പവാർ രണ്ടാമൻ എന്നൊക്കെ. അതായത് ശരത് പവാറിന്റെ രണ്ടാമൻ അല്ലെങ്കിൽ പിൻഗാമി അത് അജിത് പവാർ ആയിരിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ നേതൃത്വം ഇതിനെ സമ്മതിച്ചില്ല. ശരത് പവാർ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്ന ആവശ്യം ഈ നേതൃത്വത്തിലുള്ള മറ്റാളുകൾ ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാദം അംഗീകരിക്കുക. അതായത് ശരത് പവാറിന് ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയും മറ്റു ചുമതലകൾ മറ്റുള്ളവർക്ക് നൽകാമെന്ന തീരുമാനത്തിലേക്ക് കൂടി നേതൃത്വം എത്തുകയും ചെയ്തു. അതിനുശേഷം വർക്കിംഗ് പ്രസിഡന്റായി സുപ്രിയ സുലെയും ഒപ്പം പ്രഫുൽ പട്ടേലിനുമാണ് ശരത് പവാർ നിയമിച്ചത്. അതിനിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അജിത് പവാർ ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് പറയുന്നു. അപ്പം അജിത് പവാറിന് ഈ പാർട്ടി നേതൃത്വം വേണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ അജിത് പവാർ ശരത് പവാറിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അജിത് പവാറിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു ചെയ്തത്. അതായത് പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് ശരത് പവാറിന് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ആവശ്യം തള്ളി. അതിനുശേഷമാണ് NCP 2023 ജൂലൈ 2 പിളരുന്നത്. അതായത് NCPയുടെ 53 MLA-മാരുണ്ടായിരുന്നു അന്ന് നിയമസഭയിൽ. അതിൽ 29 പേർ അജിത് പവാറിനൊപ്പം ചേരുകയും NCP അജിത് പവാർ പക്ഷം, NCP ശരത് പവാർ പക്ഷം എന്നീ 2 ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ചെയ്തു. യെസ്, ഇനി എന്താണ് ഈ അജിത് പവാറിന്റെ അപ്രതീക്ഷ വിയോഗം എങ്ങനെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക എന്ന് നോക്കാം. അത് തൗഫീഖ് അസ്ലം പറയും. ഇന്ന് രാവിലെ ഉണ്ടായ വിമാനാപകടത്തിൽ അജിത് പവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണം. കാരണം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രമുഖർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററും വിമാനങ്ങളും ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടപ്പെടുകയാണ്. അതിന് പിന്നാലെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മമതാ ബാനർജി പറഞ്ഞത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് നിലവിലുള്ള അന്വേഷണ ഏജൻസികൾക്കൊന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം നിലവിൽ രാജ്യത്തുണ്ട്. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണെന്ന് പരോക്ഷമായി പറയുകയാണ് മമതാ ബാനർജി ചെയ്തത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ എത്രയും വേഗം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപകടത്തിന് തൊട്ടു പിന്നാലെ സിവിൽ ഏവിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുണ്ട്. അവരും കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അതിന് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സമിതി ഉണ്ടാകണം, ഒരു അന്വേഷണ സംഘം ഉണ്ടാകണം എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത്. മമതയുടെ ആ പ്രതികരണത്തോട് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഒരു ദുരൂഹത തന്നെയാണ് മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്നത് എന്നവരുടെ വാക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയും ചെയ്യും. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 2 തവണയാണ് ഈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. റൺവേയിലേക്ക് 2 തവണ അപ്രോച്ച് ചെയ്യാനായിട്ട് വിമാനം എത്തിയിരുന്നു. ആദ്യ തവണ റൺവേയിലേക്ക് എത്തിയ സമയത്ത് ആ റൺവേ പൂർണ്ണമായും കാണാനായിട്ട് പൈലറ്റിന് സാധിച്ചില്ല. ഇതിനെ തുടർന്ന് ആ സമയം ഇറക്കാതെ വിമാനം ഉയർന്നു പറക്കുകയും വീണ്ടും അത് കറങ്ങി രണ്ടാം വട്ട അപ്രോച്ചിനായി റൺവേ സമീപിക്കുകയുമായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ATC അറിയിച്ചത് തങ്ങൾക്ക് റൺവേ കൃത്യമായി കാണാമെന്ന് പൈലറ്റ് കൃത്യമായി ATC അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ATC ആ വിമാനം നിലത്തിറങ്ങാനായിട്ട് എന്നാണ് തൗഫീഖ് അസ്ലം പറയുന്നത്.